എപ്പോ ഈ ചെക്കന്റെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാലും മനുഷ്യന്മാര് നാണം കെടും. ഇപ്രാവശ്യം നാണം കെടാനുള്ളതല്ലേ, ഇനി ഗിരിഞ്ഞ മുഖം ആ ടീച്ചറൊന്നും കാണണ്ടോ. ഇപ്രാവശ്യം ഓനെ പറ്റിട്ട് എന്താണോ ഇനി കേൾക്കാൻ പോണേ. ടീച്ചറെ ഞാൻ ഷഹബാസിന്റെ ഉമ്മയാണ്. ഇവരെന്തിനെ വിളിപ്പിച്ചേ? ഉമ്മക്ക് അറിയാലോ, പ്രിയ ഷഹബാസിന്റെ ക്ലാസ് ടീച്ചറായിട്ട് 1 വർഷമായിട്ടുണ്ട്. ഇപ്പൊ ഷഹബാസ് എത്രയിലാ? 5ല്. ഇനിയിപ്പോ അവന് 6th സ്റ്റാൻഡേർഡ്ക്കാണ് ആവാൻ പോകുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷഹബാസിന് 5th സ്റ്റാൻഡേർഡിന്റെ ബേസ് തന്നെ ബിൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു 2 അക്ഷരം കൂട്ടി വായിക്കാനോ അല്ലെങ്കിൽ 5+5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടാണ്ടിരിക്കുക, അങ്ങനെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ, ഒരു 5th സ്റ്റാൻഡേർഡ് കുട്ടിന്റെ എഡ്യൂക്കേഷന് മോനിക്ക് കുറച്ചും കൂടി കെയർ എനിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഉമ്മ ഒന്ന് കുറച്ചും കൂടി കെയർ കൊടുക്കുകയാണെങ്കിൽ മോനിക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആവും. അത് അല്ല എന്റെ ടീച്ചറെ, നിങ്ങൾക്ക് അറിയാന്നല്ലേ ഓനല്ലാണ്ട് വേറെ 5 കുട്ടികളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തിന്നാണ്ടാക്കാൻ തന്നെ നേരമില്ല. അതിന്റെ ഇടയിൽ കൂടി ഞാൻ ഇവന്റെ എന്താണ് ആ ബേസോ അത് ഉണ്ടാക്കാൻ എവിടെ നേരം. അമ്മ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്, സേഫ് ഹീലിംഗ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. അവർ ഓൺലൈൻ റെമഡിയൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷഹബാസിന് ഇപ്പൊ ഏതൊക്കെ ഏരിയാസിലാണ് ലാക്കിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് പ്രശ്നം എന്നുള്ളത് അവർ കണ്ടെത്തും അസസ്മെന്റോട്. എന്നിട്ട് ഉമ്മാക്ക് 1-to-1 സെഷൻ തരുകയും ചെയ്യും, ഉമ്മാക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യും. ലൈക്ക് ഇപ്പൊ എന്തായാലും 2 മാസം വെക്കേഷൻ അല്ലേ വരുന്നത്. അപ്പൊ ഷഹബാസിന് 1 മണിക്കൂർ ഒരു ദിവസം ഇരുന്നാൽ മതി പഠിക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്ന ടൈമില് അത്യാവശ്യം നല്ല ബേസ് ബിൽഡ് ചെയ്തിട്ട് 6th നന്നായി പെർഫോം ചെയ്യാനുള്ള രീതിയിലാവും എത്തുണ്ടാവാം. ഉമ്മാക്ക് അത് ഓക്കെ ആണെങ്കിൽ ഒന്ന് പ്രൊസീഡ് ചെയ്ത് നോക്ക്. അതെന്തായാലും നന്നാ. ഇങ്ങനെ ഓരോ നമ്പർ ഒന്ന് തരുമോ?